സുഖദുഃഖേ സമേ കൃത്യോ ലാഭാലാഭോ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്സോ നൈവം പാപമവാപ്സ്യസി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പം എന്താണ് പറയുന്നത്? യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെ കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്ക് ഒരിക്കലും പാപമേറ്റില്ല. കൃഷ്ണന്റെ അഭീഷ്ടം അതാണെന്നർത്ഥം. കൃഷ്ണാബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷ സന്താപങ്ങളോ ലാഭനഷ്ടങ്ങളോ ജയപരാജയങ്ങളെ കുറിച്ചുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ ഇനി എന്താണ് പറയുന്നത്? യുദ്ധം ചെയ്യാനാണ് പറയുന്നത് അർജുനനോട്, അല്ലേ? യുദ്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. അപ്പൊ നമ്മുടെ കർമ്മങ്ങളൊക്കെ എന്തായിട്ട് മാറുന്നെന്നാണ് പറയണത്? ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുക. കൃഷ്ണന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോൾ അതിൽ വരുന്ന ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. അതാണ് ഫുൾ കൃഷ്ണാബോധത്തോടു കൂടി വേണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ. നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക്, ഇവിടെ അർജുനൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് അതിൽ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളായാലും എന്തെങ്കിലും ഇപ്പോൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കുകയാണ്, ഇപ്പോൾ ഭർത്താവിനെയും മക്കളെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? പ്രതീക്ഷ വെച്ചിട്ടാണല്ലോ. അപ്പം നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ചെയ്യണതൊക്കെ എല്ലാതും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എല്ലാ നഷ്ടങ്ങളും ഇപ്പം ആര് പറഞ്ഞില്ലേ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് നന്നായിട്ടില്ലേ എന്നുള്ളത് ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ഒന്നിലും പ്രതീക്ഷകൾ അധികം വെക്കണ്ട. ഭൗതികമായിട്ട് നമ്മൾ ചെയ്യാന്ന് മാത്രമല്ല, അത് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഭഗവാൻ തന്നുള്ളതാണ്. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുന്നില്ലേ, പ്രശ്നങ്ങളൊക്കെ, അതൊന്നും നമ്മളെ ബാധിക്കില്ല. ഇപ്പൊ പുണ്യായാലും പാപായാലും നമ്മൾക്ക് ഇവിടെ അനുഭവിക്കാൻ വരണമെന്നാണ് പറയുന്നത്. ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ വരണം. പക്ഷെ അത് കൃഷ്ണന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ള അവബോധത്തോടു കൂടി ചെയ്യുമ്പോൾ ഇവിടെ അർജുനനോട് അതാണ് പറയണത്, നീ യുദ്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. അതായത് ഭഗവാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം. അതിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഫലം നിനക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഫലം ഇച്ഛിക്കാണ്ട് ചെയ്യാൻ നമുക്ക് പറ്റണ്ടേ? നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്, നമ്മൾ എന്തായാലും ഫലം ഇച്ഛിക്കും, ബദ്ധാത്മാക്കളാണ്. അപ്പം ആ ഫലം ഇച്ഛിക്കാണ്ട് നീ ചെയ്യണം, നമ്മുടെ പ്രവൃത്തികളൊക്കെ ചെയ്യണം. ഇപ്പം നമ്മളിതാ വീടൊക്കെ വൃത്തിയാക്കണം, തുടയ്ക്കുന്നത്, അടിക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതാർക്ക് വേണ്ടിയിട്ടാവണം? അത് ഭഗവാന്റെ വീടാണ്, ഞാൻ ചെയ്യണതൊക്കെ ഭഗവാന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അയ്യോ കഷ്ടപ്പാടിനെ പറ്റിയിട്ട് പറയണില്ല. ഞാൻ പറയണത് എൻ്റെ കാര്യങ്ങൾ നോക്കാനും എടുക്കാനും ആരില്ല എന്നുള്ള ചിന്താഗതി എവിടെ അസ്തമിച്ചു പോയില്ല. അപ്പോഴേക്കും അതിനൊക്കെ അസ്തമയം സംഭവിച്ചു. എന്താണ്? ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്? ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുള്ളത്. അതാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും കൃഷ്ണന് വേണ്ടിയിട്ടാണ്. അതാണ് കൃഷ്ണാവബോധം. ബോധം നമ്മുടെ ശരിയായ മതി. ഇപ്പം നമ്മൾ എന്താണ്? ഭൗതിക ബോധം. ഈ ഭൗതിക ബോധത്തിലാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെ നമുക്ക് കർമ്മത്തിൽ നിന്ന് ഫലം ഇച്ഛിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതല്ല. ആ ഫലങ്ങൾ നല്ലതും വരും ചീത്തയും വരും. അതിൻ്റെ റിസൾട്ട് അനുഭവിക്കാൻ വീണ്ടും വരും. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം? നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഫലം ഇച്ഛിക്കുന്നു. ആ കർമ്മത്തിൻ്റെ ഫലങ്ങൾ ചിലപ്പോൾ ലാഭമാവും, ചിലപ്പോൾ നഷ്ടമാവും. ഇതിൽ രണ്ടിലും നമ്മൾ പെടും. ഇത് രണ്ടും അനുഭവിക്കാൻ, അതിൻ്റെ റിസൾട്ട് അനുഭവിക്കാൻ നമ്മൾ വീണ്ടും ജനിക്കണം. നമ്മള് അതാണ് ആ ബോധം വേദിക്കാവണം. ഇത് നമ്മുടെ ഇന്ത്യൻ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ചിന്തിക്കണം. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്നുള്ളതിൽ അല്ല. ഏത് ചെറിയ കാര്യമായാലും ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇത് അനുഭവിക്കാൻ വരണം. അങ്ങനെയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഗുണത്തിനും കർമ്മത്തിനും അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ജന്മം വരുന്നത്. നമ്മൾ
അടുത്ത ശരീരം എടുക്കുന്നത് നമ്മുടെ ഗുണം കർമ്മം. ആ നിഷ്കാമ കർമ്മം, ബുദ്ധിയോഗം, ഭക്തിയോഗമാണ് നമുക്ക് ഇനി പറഞ്ഞിരുന്നത്. അപ്പൊ അവിടെ ഭക്തി വന്നല്ലോ, കൃഷ്ണന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ അവിടെ ഭക്തി വന്നു. കർമ്മത്തിൽ നമുക്ക് നിഷ്കാമ ഭക്തി, അതാണ് ഇനി ഭക്തി എന്ന് പറയുന്നത്. ഇതൊക്കെ ആത്മാവിനെ കുറിച്ചിട്ടും ശരീരം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തന്നിട്ട് ഭഗവാൻ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗത്തിലേക്കാണ് ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത്. കൃഷ്ണനുമായിട്ടാണ് നമുക്ക് ബന്ധം. ആ കൃഷ്ണനുമായിട്ട് നമ്മളുടെ ബോധം കൃഷ്ണനിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മളുടെ ഇവിടെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളെ ബാധിക്കില്ല. ഈ സുഖം, ദുഃഖം, വിജയം, പരാജയം, സന്താപം, സന്തുഷ്ടി, ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തുക. വീണ്ടും നമ്മൾ ശരീരബോധത്തിൽ ആണ് ചെയ്യുന്നത് അല്ലേ? ശരീരബോധത്തിലാവുമ്പോഴാണ് എനിക്ക് എൻ്റെ എന്നൊക്കെ പറയുന്നത്. എനിക്കിത് കിട്ടണം, എല്ലാറ്റിൽ നിന്നും നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത്. ഇനി നമ്മളെന്താണ്, നമ്മളെ ആത്മാവ് ഭഗവാനുമായിട്ടാണ് ബന്ധം. അപ്പൊ ആ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ എല്ലാ പ്രവൃത്തിയിലും ബോധം എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? കൃഷ്ണാവബോധം. അതാണ് ഭഗവാൻ പറയുന്നത്, മാമേകം ശരണം വ്രജ അഹം ത്വം സർവഭാവ്യോപി മോക്ഷയിഷ്യാമി മാ ശുച എന്ന് പറയുന്നത്. മാമേകം, എന്നെ നീ ശരണം പ്രാപിക്കൂ. അപ്പൊ സർവവിധ പാപങ്ങളിൽ നിന്ന് ഞാൻ മോചിപ്പിക്കാം. കൃഷ്ണന് സമർപ്പിക്കാത്തവർക്കാണ് മറ്റുള്ള ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത്. കൃഷ്ണന് സമർപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളൊരു വൃക്ഷത്തിന്റെ വേരിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയുണ്ടാവും? എല്ലാ കൊമ്പും ചില്ലകൾക്കൊക്കെ അത് കിട്ടില്ലേ? അതേപോലെ കൃഷ്ണന് നമ്മൾ ശരണം പ്രാപിച്ചാൽ പ്രത്യേകിച്ച് ആരോടും പിന്നെ കടപ്പാടില്ല, എല്ലാവരും പ്രസാദിക്കും. സർവകാരണങ്ങൾക്കും കാരണക്കാരനാരാണ്? ഈശ്വര പരമകൃഷ്ണ, പരമമായിട്ടുള്ള ഈശ്വരൻ ശ്രീകൃഷ്ണ ഭഗവാൻ, ബ്രഹ്മാവ് പറയുന്നത്. അപ്പൊ സർവകാരണം എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മീയ ലോകത്തിന്റെയും ഈ ഭൗതിക പ്രപഞ്ചങ്ങളുടെ ഒക്കെ കാരണക്കാരൻ ഭഗവാൻ തന്നെ പറയണു. അഹം സർവസ്യ പ്രഭുവോ അത്ത സർവം പ്രവർത്തത എന്നാണ് പറയുന്നത്. ഞാനാണ് എല്ലാത്തിൻ്റെയും പ്രഭു എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നു. അഹം സർവസ്യ പ്രഭു കേൾക്കുമ്പോൾ തന്നെ എന്താല്ലേ, ഞാനാണ് എല്ലാത്തിൻ്റെയും പ്രഭു എന്ന് പറഞ്ഞിട്ട് ആരാണ് നമ്മുടെ മുന്നിലേക്ക് വരാനുള്ള ആർക്കാണ് പറ്റുന്നത്? ഭഗവാൻ അറിയാന്നുള്ളതാണ് നമ്മുടെ ജീവാത്മാവിൻ്റെ ലക്ഷ്യം. ആ ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് പിന്നെ പുനർജന്മമില്ല. എന്നെ അറിയാം, അതാണ് ജന്മ കർമ്മജമേ ദിവ്യം. എൻ്റെ ജന്മം, ദിവ്യമായിട്ടുള്ള ജന്മം കർമ്മങ്ങളും അറിയുന്നാല് എന്താണ്? ജന്മ കർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്തോ ദേഹേ പുനർജന്മം നൈതി മാമേതി സ്വാർജുന. പിന്നെ അവർക്ക് ജന്മമില്ല. ഭഗവാൻ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോഴും ഭഗവാനെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഭഗവാൻ വ്യക്തമായിട്ട് ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഭഗവാനെ അറിയുമ്പോഴാണ് നമുക്ക് ഈ ശരണം പ്രാപിച്ച എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റും. ഭക്തിൻ്റെ തലങ്ങളുണ്ട്, സ്റ്റെപ്പുകൾ. ഒരു കോണി കയറുന്ന പോലെ നമുക്ക് സ്റ്റെപ്പ് കയറാറുണ്ട്. അതിലാദ്യം എന്താണ്? ശ്രദ്ധ, സാധു സംഘം. ആദ്യം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ സംസ്കൃതം വാക്കാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഇപ്പം നമുക്കൊരു വിശ്വാസമുണ്ട്, കൃഷ്ണ നീയാണോ എന്നുള്ളത് മനസ്സിലായി അല്ലേ? എല്ലാത്തിനും കാരണക്കാരൻ കൃഷ്ണനാണെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കേൾക്കാനും നാമം ജപിക്കാനും തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ശ്രദ്ധ, സാധു സംഘ, ഭക്തജനങ്ങളുടെ ഒപ്പം നമ്മൾ ഇരിക്കണം. സ്റ്റെപ്പുകളാണ് ശ്രദ്ധ, സാധു സംഘ. പിന്നെന്താണ്? ഭജനക്രിയ. പിന്നെ ഭജനം ചെയ്യാൻ തുടങ്ങും, ആരാധന തുടങ്ങും. നാമം ജപം, ഭഗവാനെ ആരാധിക്കുന്ന പ്രക്രിയകൾ നമ്മൾ ചെയ്യണം. ശ്രദ്ധ, സാധു സംഘ, ഭജനക്രിയ. അപ്പോഴാണ് അനർത്ഥ നിവൃത്തികൾ, പല അനർത്ഥ നിവൃത്തികൾ നമുക്ക് മനസ്സിലാവും. ഏതാണ് ശരി? ഭജനക്രിയ, അനർത്ഥ നിവൃത്തി പലതും നമുക്ക് ബോധ്യം വരും. എന്താണ് നമ്മൾ ചെയ്തേർന്നതും ഇപ്പൊ സംഭവിക്കുന്നതും എന്താണെന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ എന്താണ് പാലായി കടയുമ്പോൾ ആദ്യം എന്താ വന്നത്? കാളകൂടവിഷം അല്ലേ? അതേപോലെ നമ്മൾ ജപം, ഭജനക്രിയൊക്കെ തുടങ്ങി വരുമ്പോൾ
പറഞ്ഞത് ഇതേപോലെ വിഷങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വിഷങ്ങളൊക്കെ പോവാണ്ട്, കാള കൂടെ വിഷങ്ങളൊക്കെ കുറച്ച് പോവാണ്ട്, കാമം, ക്രോധം, ലോഭം, മതം അതൊക്കെ പോയിക്കൊണ്ടിരിക്കും. ആ സ്റ്റെപ്പിനെയാണ് അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത്. അത് പോയി കഴിഞ്ഞിട്ട് വേണം ഒരു നിഷ്ഠ വരാൻ. നീ കൃത്യമായിട്ട് നിഷ്ഠയോടുകൂടി നമ്മൾ എണീക്കണു, ഇത്ര മാല ജപിക്കണു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ ഈ അനർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം. അപ്പം ആ നിഷ്ഠ വന്നു. പിന്നെന്താണ്? ആസക്തി. പിന്നെ നമുക്ക് കൃഷ്ണൻ്റെ നാമജപം ഇല്ലാണ്ട് പിന്നെ ഒരു നിമിഷം പോലെ ഇരിക്കാൻ പറ്റില്ല. സാധുസംഘം ഇല്ലാണ്ട് പറ്റില്ല. ഭക്തസംഘത്തിനോടും ഭഗവാനോടും ഭഗവാന്റെ ഭക്തന്മാരോടും ആസക്തി വരും. ഭഗവാന്റെ നാമത്തിനോട് ആസക്തി, രുചി വരും. അതാണ് പറയുന്നത്, ആസക്തി രുചി കഴിഞ്ഞിട്ട് പിന്നെ ഭാവ എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്. ഭാവ, ആ ഭാവയില് ഏറ്റവും മഹാഭാവ എന്ന് പറയുന്നതാണ് രാധാറാണി. ഭഗവാന്റെ ഇപ്പം ഒരു കുളം കാണുകയാണെങ്കിൽ എന്താണ്, കൃഷ്ണന്റെ യമുനാ നദിയാണെന്ന് തോന്നും. ഒരു മല കാണുമ്പോൾ ഗോവർദ്ധനാന്ന് തോന്നും. ഒരു കീർത്തനം ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴും പറയുമ്പോഴും ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണിൽ നിന്ന് ആനന്ദാശ്രു വരും. അതൊക്കെ ഉള്ളിൽ നിന്ന് തനിയേ പറഞ്ഞതാണ്. പിന്നെ അതിലാണ് നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം ഏത് തരത്തിലാണ്. ചിലർക്ക് വാത്സല്യ ഭക്തിയാവും ഭഗവാനോട്, ചിലവർക്ക് ഗോപികമാരെ പോലെയുള്ള ആ ഒരു ഭക്തിയാവും ഭഗവാനോട്, ചിലർക്ക് സഖ അർജുനൻ്റെ ഒക്കെ പോലെ ഉള്ള ഒരു സുഹൃത്ത്, സഖാവ് എന്നുള്ള പോലെയുള്ള അതായിരിക്കും. പിന്നെ ശാന്തരസം, 5 തരത്തിലുള്ള രസങ്ങളുണ്ട്. ആ രസത്തിൽ ഏതെങ്കിലും ഒരു ബന്ധം ആ ഭാവ സ്റ്റേജിൽ ഭഗവാനോട് ആ ആൾക്ക് അപ്പോഴാണ് ഫീൽ ചെയ്യുക, മനസ്സിലാവുക ഞാനും കൃഷ്ണനും ഈ ഒരു ബന്ധത്തിലാണെന്നുള്ളതൊക്കെ മനസ്സിലാവുന്ന സ്റ്റേജാണ് ഭാവം. അത് കഴിഞ്ഞിട്ടാണ് പ്രേമഭക്തി. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ കയറി വരാണ്ട്, മനസ്സിലാവണ്ട. ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടും നമ്മളെ മുൻജന്മ സുഹൃത്തും കൊണ്ടൊക്കെ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. ഇനി എന്ത് വേണം? ഭജതേ പ്രീതിപൂർവകം നമ്മൾ ഭജനക്രിയ തുടങ്ങണം. നാമജപം തുടങ്ങി ഭഗവാന്റെ ആരാധനയിലേക്ക് തുടങ്ങുമ്പോൾ നമുക്ക് ദദാമി ബുദ്ധിയോഗം. ഇനി പിന്നെ ആരാണ് നയിക്കുക? ഭഗവാനാണ് പിന്നെ നയിക്കുക. പിന്നെ ആ തേരിൻ്റെ കടിഞ്ഞാണ് കയ്യിലാണ്? ഭഗവാനാണ്. അവിടെ നമുക്ക് വരുന്ന എല്ലാറ്റിനെയും ഭഗവാൻ ഏറ്റെടുക്കും. ഭൗതിക ശക്തിയാൽ മോഹിതരായിക്കൊണ്ട് സ്വയം ആസ്വാദകരാണെന്ന് അവർ ഓർത്തു പോകുന്നു. നമ്മളാണ് ഇതൊക്കെ ആസ്വദിക്കാൻ തന്നിട്ടുള്ളത്, പരമാവധി ആസ്വദിക്കുക. അതല്ലേ എല്ലാവരും പറഞ്ഞു, അടിച്ചു പൊളിച്ച് കഴിയാനുള്ളത് സമയത്ത് ഇങ്ങനെ ഭജിച്ചിരുന്നോളാൻ പറഞ്ഞിട്ട് കളിയപ്പില്ലേ. പഠിച്ചു പൊളിക്കാൻ തന്നുള്ള സ്ഥലമാണ് എന്നുള്ളൊരു ധാരണ. അതാണ് ബദ്ധജീവാത്മാക്കള് മായയിൽ അകപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത്. നമുക്ക് അറിയണില്ല നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇതേ ഇന്ത്യ സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് പോകണം. എല്ലാതും സുഖങ്ങൾ മുഴുവൻ അനുഭവിച്ചിട്ട് ഇവിടുത്തെ പോകണം എന്നുള്ളതിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ പരിശ്രമങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആരെ മറന്നു? അർജുനനെ യുദ്ധം ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ്. മാ മനസ്മര യുദ്ധച്ച പറയുന്നതും കറക്റ്റ് നോക്കൂ, കണക്ട് ചെയ്തിട്ട് എന്നെ അനുസ്മരിച്ചിട്ട് നീ യുദ്ധം ചെയ്യൂ എനിക്ക് വേണ്ടിയിട്ട്. അതേപോലെ നമ്മളോട് ഭഗവാൻ പറയണോ എല്ലാം ഒഴിഞ്ഞു പോകാനല്ല പറയണത്. നീ കർമ്മം ചെയ്യണം, നിനക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് നീ ചെയ്യണം എനിക്ക് വേണ്ടി. എന്നെ സ്മരിച്ചിട്ട് നീ ചെയ്തേ മതി. അപ്പം അവിടുന്ന് ഫലം കിട്ടണ്ട, ഒരു ഫലവും നമുക്ക് വേണ്ട അല്ലേ? ഭഗവാന്റെ പ്രസാദമായിട്ട് ഭഗവാൻ ചവിട്ടി തേച്ച് ഇല്ലാണ്ടാക്കി, ആരാരും ഇല്ലാണ്ടാക്കി, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ ഇല്ലാണ്ടാക്കിയാലും കൃഷ്ണ ഞാൻ നിന്നെ വിടില്ല. എങ്ങനെയുണ്ട്? അതാണ് എത്ര ക്ലേശം വന്നാലും കുഴപ്പമില്ല കൃഷ്ണ. ആ തലത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ഭക്തന്മാർ നമ്മളുണ്ട് അല്ലേ? വിജയാലയം ഭക്തി ചെയ്തു തുടങ്ങുമ്പോൾ പലതും നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താ? ആ കൃഷ്ണനെ ഭജിച്ചിട്ട് ഇപ്പം എന്തായി ചോദിക്കും. അതോടുകൂടി ഭക്തി വിടും. ശരിയാണ് അവർ പറയണത്, തോന്നില്ലേ? പലതും നഷ്ടപ്പെട്ടു.
അപ്പൊ ചിലവര് പറയാം ആ ഓടക്കുള്ളിലുണ്ട് മാറ്റി വെച്ച് അവ എല്ലാതും ഊതിയിട്ട് കളയും. എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് നോക്കൂ. നമ്മളെ ഉയർത്തുകയാണ്. ഈ ഒരു അവസ്ഥയിലും നമ്മൾക്ക് വിരക്തി വരണം. ഇതിനോടൊന്നും ആസക്തി പാടില്ല. ഈ ആസക്തിയിൽ നിന്നാണ് നമുക്ക് വീണ്ടും ബന്ധനം വന്നിട്ട് വീണ്ടും വരുന്നത്. അപ്പൊ ഭഗവാൻ ചിലതൊക്കെ നമ്മളെ ഇല്ലാണ്ടാക്കി തരുന്നതും ഇത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ജ്ഞാനം, ഭക്തിയും വൈരാഗ്യം, ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ഒന്നിന് മാത്രമായിട്ട് നിലനിൽപ്പില്ല. ജ്ഞാനത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്താന്നുള്ള ആ ബോധത്തോട് കൂടിയിട്ട് നമ്മൾ ആ ഭക്തി ചെയ്ത് നോക്കൂ. അപ്പൊ ഏത് ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാലും വിടില്ല ഭഗവാനെ. അല്ലെങ്കിൽ കാണാൻ എന്തെങ്കിലുമൊന്ന് നഷ്ടമായി കഴിഞ്ഞാല് ഇക്കണ്ട കാലം ഞാൻ ഭജിച്ചിട്ട് എന്തപ്പുണ്ടായി, അപ്പോഴേക്കും ആരെങ്കിലും ഒന്ന് വന്ന് പറയും അപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ, അല്ലാതെ ഇങ്ങനെ ഇതിനൊക്കെ നിൽക്കണം, ഇപ്പൊ എന്താ ഉണ്ടായി എന്ന് ചോദിക്കില്ലേ. അതോടുകൂടി കഴിഞ്ഞു. എത്ര പേരാണത്. അപ്പൊ പല പല നഷ്ടങ്ങളുണ്ടാവും. പൂന്താനത്തിനെ ഓർക്കുക, കുരൂരമ്മേന, ഇതൊക്കെ വലിയ വലിയ ഭക്തന്മാരെ നമുക്ക് മുന്നിൽ ഭഗവാൻ കാണിച്ചു തന്നുണ്ട്. സുധാമ അല്ലേ, കുചേലൻ. ഏത് സാഹചര്യം വന്നാലും കൃഷ്ണനെ മുറുകെ പിടിച്ചിട്ട് ഭഗവാൻ അവരെ ഏറ്റവും ഇപ്പോഴും അവരൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ കാരണം എന്താണ്? ആ ഭഗവാനെ പിടിച്ചുള്ളവരുടെ പേര് ഭഗവാൻ ഒരിക്കലും തന്നെ സ്മരിക്കണ പോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരെ നമ്മളിന്ന് സ്മരിക്കുന്നു. ഇത്ര വലിയ ഭക്തന്മാര് അവരൊക്കെ എല്ലാതും എത്ര നഷ്ടങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും പോയി. എന്ത് രസാലേ കേൾക്കുമ്പോ. ഇത് വെറുതെ കരഞ്ഞ് പിടിച്ച് ആകെ പരാതിയും പരിഭവവും അതാ പറയുന്നത്. അത് മാത്രല്ല, ഭഗവാനറിയാം ഏത് സമയത്ത് ആർക്ക് എന്ത് കൊടുക്കണമെന്നത്. ഇത് ഇന്ന സമയത്ത് നീ അത് കൊടുത്താലേ ശരിയാവില്ല. ഒരു കുട്ടിക്ക് ഒരു കത്തി കൊടുക്കാൻ അത് അച്ഛനമ്മമാര് സമ്മതിക്കും. ആ കത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദുർവിനിയോഗം ചെയ്ത് അവന് ആപത്താണ്. അതേപോലെ നിനക്ക് ഇന്നത് ഈ സമയത്ത് കിട്ടിയാൽ അത് നിനക്ക് എവിടേക്ക് എത്തിക്കാൻ പറ്റില്ല. എന്താ ലക്ഷ്യം? ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്തണം. അപ്പൊ നമുക്ക് ചില സമയത്ത് ചില വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതൊന്നും സാധിപ്പിച്ച് തരുമൊന്നും വരില്ല ചിലപ്പോ. ശരിയാണ്. നമ്മൾ സാധാരണക്കാരങ്ങനെയാണ് ആഗ്രഹിക്കുക. പക്ഷെ നമ്മുടെ കുന്തി സ്ഥിതി ഒന്ന് നോക്കും. എങ്ങനെ പറ്റി കുന്തിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ? ദുഃഖങ്ങൾ തായോ കൃഷ്ണ. അതാ ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതി കുന്തി സ്തുതി. അപ്പൊ എന്തുകൊണ്ടാണ് കുന്തി മഹാറാണി ദുഃഖങ്ങളൊന്നും പ്രശ്നമില്ല, കൃഷ്ണൻ ഉണ്ടായാൽ മതിയല്ലോ. അപ്പൊ നമ്മൾ കൃഷ്ണനെ പിടിച്ചിട്ടില്ല, കൃഷ്ണനില്ലാരും വിശ്വാസം വന്നിട്ടില്ല നമുക്ക്. അതാണ് ദുഃഖങ്ങള് വരരുത് എന്ന് പറയുന്നത്. അപ്പൊ എവിടുന്നാണ് എന്താണ് നമ്മള് പറഞ്ഞിട്ടില്ലേ, കാട്ടുതീക്ക് വരാൻ ഒരു കാരണവും വേണ്ട. അതേപോലെയാണ് അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാവർക്കും ഓരോ വിപത്തുകൾ വരുന്നത്. കുന്തി മഹാറാണി എന്താ പറയുന്നത്? വിപത്തുകൾ തായോ കൃഷ്ണന്ന്. മറ്റേത് സാധാരണ നമുക്ക് പറഞ്ഞതല്ല. വിപത്തുകൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് സംഭവിക്കില്ലേ, പെട്ടെന്ന് ഒരു ആക്സിഡന്റ്, പെട്ടെന്ന് വേണ്ടപ്പെട്ടവരുടെ മരണം, പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അങ്ങനത്തെ വിപത്തുകൾ തരാനാണ് പറയുന്നത് കുന്തി മഹാറാണി. എന്താ വെച്ചാൽ കൃഷ്ണനെ അപ്പൊ നന്നായി വിളിക്കും ചെയ്യാം, കൃഷ്ണൻ വരും ചെയ്യും. കൃഷ്ണൻ ഉണ്ടാവുമല്ലോ. കൃഷ്ണൻ ഉണ്ടായാൽ കുഴപ്പമില്ല, ദുഃഖങ്ങളൊന്നും കുഴപ്പമില്ല. അതാണ് ഇവിടെ സുഖായാലും ദുഃഖായാലും ലാഭായാലും നഷ്ടമായാലും നീ എന്നെ അനുസ്മരിച്ചിട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അത് ശരിയാണ് കേട്ടോ. നമ്മളത് ആ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? മഴ നന്നായി വീഴുന്നു, ആ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം പിടിക്കണ്ട. അതേപോലെ ആവും നമ്മുടെ ചുറ്റും പ്രശ്നങ്ങളായിരിക്കും, നമ്മുടെ മേലെ എന്തുണ്ടാവില്ല, ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല. ആ തലാണ് ഭഗവാൻ പറയണത്. ഇത് ശരിയാണ്. കുറച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആർക്ക് എന്ത് വന്നാലും നമ്മളെ ബാധിക്കില്ല. ആ തലം വേണ്ടേ?
നമ്മുടെ ഉള്ളിലാണല്ലോ പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മുടെ ഉള്ളിലാണ് ദുഃഖങ്ങളും വിഷമങ്ങളും ആകുലതകളും ഇതൊക്കെ വരുന്നത്. ഇപ്പൊ വേണ്ടപ്പെട്ടവർക്ക് വന്നു, അത് വേറെ അയൽപ്പക്കത്ത് അല്ലെങ്കിൽ വേറെ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ വല്ല പ്രശ്നം ഉണ്ടായ എല്ലാവർക്കും ഉണ്ടായ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ എവിടെയാണ് പ്രശ്നം? നമ്മുടെ ഉള്ളിലാണ്. നമുക്ക് തോന്നുന്നു അത് എന്റെയാണെന്നുള്ളത്. അത് കൃഷ്ണന്റെയാണ്. അവര് വേറെ സോളാണ്, അവർക്ക് വേറെ കർമ്മമുണ്ട്. നമ്മൾ എന്തിനെ അനുഭവിക്കണം അതിനെ ഓർത്തിട്ട്? അതിനെ നമ്മൾക്ക് പറ്റരുത്. നമ്മുടെ ഉള്ളിലേക്ക് ഈ പ്രശ്നങ്ങൾ കയറാൻ സമ്മതിക്കില്ല പിന്നെ ഭഗവാൻ. അതാണ് ഇവിടെ പോയിന്റ്. നോക്കൂ, കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ സന്താപങ്ങളായാലും വിജയമായാലും പരാജയമായാലും ഒന്നും പിന്നെ ബാധിക്കില്ല നമ്മളെ. ചെളിയിലാണ് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞുള്ള ഉദാഹരണം തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. എന്തിനാണ്? ആവർത്തിച്ചാലാണ് നമ്മുടെ ഉള്ളിലേക്ക് അത് കയറുള്ളൂ. നമ്മളിവിടെ വിചാരിക്കണ ഈ തലല്ല, തലത്തിനെ ഉയർത്തി കൊണ്ടുവരികയാണ്. ഇതൊക്കെ വെറും മായ, ഇതൊന്നും ശാശ്വതമായ അവസ്ഥയേ അല്ല. ഈ ശരീരം നമ്മൾ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇല്ലാണ്ടാവുന്നു. അപ്പം അതിൽ നിന്ന് എന്താണ് ശരി, എവിടെയാണ് ചെയ്യേണ്ട ആ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആവുമ്പോൾ പിടിച്ചാൽ മതി. ആ പിടിക്കേണ്ട ഒരു താമസമുള്ള ആ ഭഗവാന് പൂർണ്ണമായി ആ ശരണം പ്രാപിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. പിന്നെ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം വീണ പോലെ താമര ചെളിവെള്ളത്തില് ചെളിയിലാണ്, ആകെ ദുർഘടമായ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും താമര നോക്കൂ പുഷ്പിച്ചത് നല്ല സുന്ദരമായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അതേപോലെ നമ്മൾ പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധ്യമാകും. ആ ആനന്ദത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ആ ടെക്നിക്കാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ട് കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് റെഡി ആണെന്നിട്ടാണ് കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കുക. അതാണ് ഭഗവാൻ പറഞ്ഞത്. കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും കൂടി അത് ഭക്തന്മാർക്ക് ദിവ്യാനുഭൂതി ഉണ്ടാക്കും. എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും അവർക്കത് ഏൽക്കില്ല. മനസ്സിലായോ? അതിൽ കുറച്ച് പ്രയാസം, കുറച്ച് തപസ്, കുറച്ച് യജ്ഞങ്ങൾ നമ്മൾ ചെയ്യും. അതാണ് ബോധം കൃഷ്ണബോധത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ ബോധം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ബോധപ്പെത ആ വ്യക്തിയെ കുറിച്ചിട്ട് മാത്രം ഇപ്പൊ ചിന്ത. ഇനി ഏത് വ്യക്തിയിലേക്ക് വരണം? കൃഷ്ണൻ എന്ന വ്യക്തിയിലേക്ക് വരണം. ആ ചിന്ത ഇങ്ങനെ വന്നാലാണ് പിന്നെ അവിടെ മറ്റുള്ള ചിന്തകൾക്ക് കടക്കാൻ ഒരു സ്പേസ് ഇല്ലാത്ത തരത്തിലാവും. ബോധം കംപ്ലീറ്റ് കൃഷ്ണബോധത്തിലാവും. ഇന്ന് ഇതാണ് ദുഃഖം എന്ന് വെച്ചാൽ നാളെ വേറെ കാത്തിരിക്കുന്നുണ്ടാവും അടുത്തത്. മനസ്സിലായ? ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിനെ കുറിച്ചിട്ടാവും നമ്മുടെ വിഷമം എന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് കുറച്ച് കഴിയുമ്പോഴേക്കും കാണാൻ വേറെ ഉണ്ട്. അതാണ് ദുഃഖാലയം. ഇവിടുത്തെ പേര് ദുഃഖാലയത്തിൽ എങ്ങനെയാണ് സുഖം കിട്ടുക? നമ്മൾ വെറുതെ സുഖം അന്വേഷിച്ച് നടന്നിട്ടാണ്. എന്നിട്ട് ഇടയ്ക്കൊന്ന് ചൊറിച്ചിലെടുക്കുമ്പോൾ ഒന്ന് മാന്തുമ്പോൾ ഒരു സുഖമല്ലേ? അതേപോലെ ആ ഒരു ചെറിയൊരു സുഖത്തിനെയാണ് നമ്മൾ സുഖം എന്ന് പറയുന്നത്. ഇതല്ല സുഖം. ഇവിടെ ദുഃഖാലയമാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭഗവത്ഗീതയിലൂടെ. അത് അവര് പറയണത് നോക്കൂ, അത് നമ്മൾ വെറും പോളിഷിങ് മാത്രമാണ്. കുറച്ചേരേന് ലഹരിയിലേക്ക് വേണ്ടിയിട്ടാണ് സന്തോഷത്തിന് അത് അവര് അത് ഇതിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ അവര് പോണത് പല പല ലഹരിയിലേക്കാവും. അപ്പൊ അവർക്ക് തോന്നുക ഇതാണ് വേണ്ടത്. ഏത് ലഹരിയാണ് വേണ്ടത്? ഭക്തിയുടെ ലഹരിയാണ് വേണ്ടത്. അതില് നമ്മളിങ്ങനെ എന്താ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു. ഫുള്ള് ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുന്നു, ആഘോഷങ്ങൾ. ഭഗവാൻ ഭക്തന്മാർക്ക് വേണ്ടി ഇരിക്കുകയാണ്. വിശേഷ ദിവസങ്ങളും കീർത്തനങ്ങളും ഭക്തന്മാരും കേട്ട് കണ്ടില്ലേ? ഒരു നേരം എന്ന് പറയുന്നതില്ല. ഫുള്ള് കൃഷ്ണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഫുള്ള് എൻഗേജഡ് ആണ് ഭക്തന്മാർ. ഒരു നിമിഷം നമുക്ക് ഭൗതികമായിട്ട് ചിന്തിക്കാൻ ഒരു അവസരം ഭഗവാൻ തരുന്നില്ല. ഇവർക്ക് എങ്ങനെ ഇത് സാധ്യമാകണമെന്ന് ചിന്തിക്കേണ്ടി വരും മറ്റുള്ളവര്. അത് അപ്പോഴാണ് അവർ പറയാ എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇങ്ങനെ നടക്കല്ലേ വേണ്ടല്ലോ എന്ന് പറയും.
മനസ്സിലായി? അതും കേൾക്കേണ്ടി വരും. അതാണ് കുറച്ച് ക്ലാഷുകളൊക്കെ അനുഭവിക്കേണ്ടി വരും, പലതും കേൾക്കേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ആരേനെയാണ് പിടിക്കാൻ പോണത്, എവിടേക്കാണ് പോണതെന്നുള്ളത് നമുക്ക് നല്ല ബോധ്യം വേണം. ആ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അത്രയും നമ്മുടെ ഈഗോ ഒക്കെ നമ്മൾ കളയണം. മറ്റുള്ളവർ പറഞ്ഞാലും നമ്മളെ ഒന്നും ബാധിക്കില്ല. നമ്മളാരാണ്? ഇപ്പം നമ്മളെ കഴുതകൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാൻ നമ്മൾ കഴുതിയണോ? അല്ല, നമ്മളാരാണ്? ഭഗവാനെ സേവിക്കുന്ന ഏറ്റവും വലിയ ഭക്തന്മാരായിട്ട് മാറാൻ പോവുകയാണ് അല്ലേ? ആ നേരത്ത് പല പല ക്ലേശങ്ങളിലൂടെ നമുക്കിങ്ങനെ തരും. വേണ്ടപ്പെട്ടവർ, ബന്ധുജനങ്ങൾ, പല പല കളിയാക്കലും കുത്തലുകളും ഒക്കെ. അതാണ് കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നത്. നഷ്ടപ്പെടൽ മാത്രമല്ല, വേണ്ടപ്പെട്ടവരുടെ ഭജിച്ചിരുന്നാൽ മതി, ഇങ്ങനെ നടന്നാൽ മതി, ഇതൊക്കെ കേൾക്കേണ്ടി വരും. അപ്പം അതിനൊക്കെ സഹിക്കാൻ ഭക്തന്മാർക്കേ പറ്റുള്ളൂ. ഈ ഭക്തി വരണം. കൃഷ്ണനെ പൂർണ്ണമായി സറണ്ടർ ചെയ്യണം. കൃഷ്ണ നീ മാത്രം അല്ലേ? കാർപ്പണ്യ ദോഷം നമ്മുടെ അർജുനൻ പറഞ്ഞ പോലെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയണില്ല. കൃഷ്ണ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ഒരു അവസ്ഥ, ഈ ഒരു പ്രാർത്ഥന, ഒരു ശ്ലോകം നമ്മൾ ഭഗവാനോട് സമർപ്പിക്കുക. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രമാണ് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റുള്ളൂ. 100%. കാരണം നാമജപത്തിലൂടെയാണ് ഈ കൃഷ്ണനെ സ്മരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ടെക്നിക്ക്. സ്മരണ വരണ്ടേ കൃഷ്ണനെ കുറിച്ചിട്ട്? ആ സ്മരണ വരണമെങ്കിൽ നാമജപം. ഇപ്പോൾ രാവിലെ നമ്മൾ ഇത്ര റൗണ്ട് നാമം ജപിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനമായി മാറും. ചെയ്യണ സമയത്തൊക്കെ നമ്മൾ കൃഷ്ണസ്മരണ താനേ വരും. കൃഷ്ണാവബോധത്തിലൂടെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എന്താണ്? കൃഷ്ണനെ പ്രാപിക്കുക ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ ബന്ധനം ഉണ്ടാവില്ല. മറ്റുള്ളത് ബന്ധനത്തിനിടയാക്കും. കൃഷ്ണനെ സ്മരിച്ച് ചെയ്യുന്നത് ബന്ധനത്തിനിടയാക്കില്ല. സൂപ്പറല്ലേ? അപ്പൊ കൃഷ്ണ സ്മരണ വരണമെങ്കിൽ എന്ത് വേണം? നാമജപം ചെയ്യണം. അതിനാണ് നമുക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്തം തന്നിട്ടുള്ളത്. കലിയുഗത്തിൽ ഇത്രയും നേരത്തൊന്നും എണീക്കണമെന്ന് മാത്രമുള്ളൂ. അതിന് മറ്റുള്ള സമയങ്ങൾ നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം നാമജപത്തിന്. പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എത്ര വേഗം ഓരോ റൗണ്ടും കഴിയുന്നത്. അപ്പോൾ ഈ നാമജപം രാവിലെ നമ്മൾ ചെയ്യാമെന്ന് മാത്രം ആ ഒരു സ്റ്റെപ്പ് കണ്ട് വയ്ക്കുമ്പോൾ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കൃഷ്ണന് ഇഷ്ടമില്ലാത്ത ചെയ്യാതിരിക്കുക. കൃഷ്ണന് ഇഷ്ടമുള്ളത്, കൃഷ്ണൻ എന്താണോ നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുള്ളത് അതിനെ ഒരാൾ സ്വീകരിക്കാൻ റെഡിയായാൽ പിന്നെ അവിടെ ഒരു പ്രശ്നമില്ല. ഭക്തന്മാർക്കാണ് എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യാൻ പറ്റും. എളുപ്പമാണെന്നാണ് ഭഗവാനും പറയുന്നത്. എളുപ്പം തന്നെയാണ്. കുറച്ച് ക്ലേശങ്ങൾ തുടക്കത്തിൽ, ഇപ്പോൾ ഒരു കുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ വീഴൂലേ, നടന്ന് പ്രാക്ടീസ് ആവണ വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയണ പോലെ എല്ലാവരും പേടിക്കണം. ഞാനും അങ്ങനെ തന്നെയാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്കത് പിന്നെ ഈസി ആയിട്ട് മാറുകയാണ്. അപ്പം ആരും ഇവിടെ നിന്ന് മോചനമില്ല. ദുഃഖങ്ങളിൽ നിന്ന് ആർക്കും മോചനമൊന്നുമില്ല. അത് തന്നെയാണ് ഭക്തന്മാരിലൂടെ ഭഗവാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഭഗവാന്റെ വലിയ വലിയ ഭക്തന്മാരെല്ലാം അതുകൊണ്ട് അവർ കംപ്ലീറ്റ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തന്മാരാണ്. അവരൊക്കെ അനുഭവിച്ചത് നോക്കൂ. എത്ര ദുഃഖങ്ങളിലൂടെ കടന്നുപോയി അവരെല്ലാവരും. കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും അവർ ദുഃഖങ്ങളിലുണ്ടായിരുന്നില്ല. എത്ര ഓരോന്ന് എടുത്തെടുത്ത് പറയാനുണ്ട് കുറെ. അപ്പോൾ അതാണ് പറയുന്നത്, ദുഃഖത്തിനല്ല അവിടെ പ്രാധാന്യം, കൃഷ്ണനെയാണ് അവിടെ. കൃഷ്ണനുണ്ടായാൽ മതി. ആ ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം അതിനൊക്കെ പൂർണ്ണമായിട്ട് നാമജപത്തെ ആശ്രയിക്കുക. ഗുരുവിൻ്റെയും ഗുരു ഗൗരാംഗൻ്റെയൊക്കെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ഹരേ കൃഷ്ണ. വഞ്ചകൃതസിംഹേവച പതിനാലാം പാവനേവ്യോ വൈഷ്ണവേവ്യോ നമോ നമാനന്ദമോദി വൈഷ്ണവേ ജയ. ജഗദ്ഗുരു ശ്രീലപ്രഭാതത്തെ ജയ. മഹാരാജ് കെ ജയ. രാജ് കെ ആനന്ദ് കെ ജയ. പ്രേമാനന്ദേ സർവം കൃഷ്ണ.